കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്ററുള്ള 1164 മലയാളം മാങ്ക എക്സ്പ്ലനേഷനാണ്. ഗൈസ്, നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഈ ചാപ്റ്ററും അതുപോലത്തെ ഒരു ചാപ്റ്ററായിരുന്നു. റോക്സിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരും തന്നെ ബോറടിപ്പിക്കുന്നില്ല. ഇനി നിങ്ങളെങ്ങനെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും പിന്നെ താഴത്ത് ഒരു ഹൈ ബട്ടൺ കൂടെ ഉണ്ട്, അതുകൊണ്ട് അമർത്താൻ മറക്കേണ്ട കാര്യം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ആൻഡ് ഈ ചാപ്റ്ററിൻ്റെ പേര് ഡേവിസ് ബ്ലഡ് എന്നാണ്. ആൻഡ് ഇതിൻ്റെ കവർ പേജിനകത്ത് നമുക്ക് നമ്മുടെ പെനോറാണ് കാണാൻ സാധിക്കുന്നത്. പുള്ളിക്കാരായിട്ട് ഒരു റാബിറ്റിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റാബിറ്റിൻ്റെ കയ്യിലായിട്ട് ഒരു പോക്കറ്റ് വാച്ചും ഉണ്ട്. അതേപോലെ തന്നെ മിഹോക്കിൻ്റെ ചെറിയൊരു ഗ്ലിംസ് നമുക്ക് പുറകിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ബാറ്റിൽ ഫീൽഡാണ്. ഇമോട്ടെ റോക്സിനെ കുത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ വൈറ്റ് ബീറ്റ് പറയുന്നുണ്ട് റോക്സ്. എന്നാൽ റോജർ ആ സമയത്ത് പറയും ചെയ്യും, നമ്മുടെ അറ്റാക്സ് ആ സ്പൈഡർ തിങ്ങിൻ്റെ മേത്ത് ചെറിയൊരു പോറൽ പോലും ഏൽപ്പിച്ചില്ലല്ലോ. ആ ടൈമിൽ തന്നെ ഗാർപ്പിനും വൈറ്റ് ബീറ്റിനും കാർഡയ്ക്കും ഒന്നും തന്നെ പറയാൻ കിട്ടുന്നില്ല. ബിഗ് മോമോടെ ആ പാട് ആശ്ചര്യപ്പെട്ട് നിൽക്കുവാണ്. ഈ സമയത്ത് തന്നെ ഇവ പറയുന്നുണ്ട്, എല്ലാവരും ശരിക്കും സ്റ്റബോൺ ആണല്ലേ, നീ മനുഷ്യരത്ര പുച്ഛിക്കണ്ട നായെ, നിനക്കറിഞ്ഞൂടെ ഡേവി ഡി ജോൺസ് ആയിരുന്നു ഈ ലോകത്തിന്റെ പ്രീവിയസ് ആയിട്ടുള്ള കിങ്. മിണ്ടി പോകരുത് നായെ, അവനെപ്പറ്റി പറഞ്ഞു പോലെ അവൻ ഈ ലോകത്തിന്റെ രാജാവൊന്നുമല്ലായിരുന്നു. ഒരു സിംഗിൾ മൊമെന്റ് പോലും അവൻ ഈ ലോകത്തിന്റെ രാജാവല്ലായിരുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ ഈ ലോകത്തിന് അവന് ഒരു സ്ഥാനം പോലുമില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? അതൊന്നുമില്ലെങ്കിലും ഒരു പേര് മാത്രമല്ലേ. നീ എന്തായാലും പേടിച്ചല്ലേ ഇത്ര നാള് ജീവിച്ചത്? ആരെങ്കിലും ഒരാൾ വന്ന് ഒരിക്കൽ ആ ഒരു ഡേവിയുടെ വില്ല് ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യുമെന്നുള്ള പേടിയോട് കൂടിയല്ലേ നീ ഇത്ര നാള് ജീവിച്ചതെന്ന് നമ്മുടെ റോക്സ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, അല്ല എൻ്റെ ഡൗട്ട് ഇതാണ്, ആരാണ് നിന്നെ കൂടുതൽ പേടിപ്പെടുത്തുന്നത്? ഡേവി ഡി ജോൺസോ അതോ ജോയ് ബോയോ? ഇത് കേട്ട ഈ മോന് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ പറയുകയും ചെയ്യും, നീ എന്തായാലും ഓർക്കണ്ട, അവരൊരിക്കലും ഇനി പുറം ലോകത്തിലേക്ക് വരത്ത പോലുമില്ല. അവരെ പറ്റിയുള്ള കാര്യങ്ങൾ വരെ ഈ ലോകം മറന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനി മറന്നു പോവുകയും ചെയ്യും. ഡേവി, നീ കേട്ടോളൂ, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള സോൾജേഴ്സിനെ കണ്ടെത്തിയിരിക്കുന്നു, ഒരു നേഷനെ കണ്ടെത്തിയിരിക്കുന്നു. അത് മാത്രമല്ല ആ ഇൻഡിസീവ് ആയുള്ള ജയൻസിനെ എനിക്ക് കിട്ടി. ജയൻസോ നായെ, മര്യാദക്ക് ഹാളിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നോ. അവന് വേണ്ടത് സമാധാനം മാത്രമാണ്. അത് തന്നെ, അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയല്ലേ. ഇതേപോലത്തെ ഒരു പ്ലാനിന് വേണ്ടി ഇതേപോലത്തെ ഒരു കാര്യം ഇനി ഒരിക്കലും എനിക്ക് കിട്ടണമെന്നില്ല. നായേ, അവരുടെ കറണ്ട് ഡെപ്പോസിഷൻ കുറച്ച് സിമിലർ ആയിട്ട് നിനക്ക് തോന്നുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഇന്നുകൊണ്ട് ഞാൻ ഡേവിഡ് ഡ്രീമിന് ഒരു അന്ത്യം കൽപ്പിക്കാൻ പോകുവാണെന്ന് പറയുന്നിടത്ത് തന്നെ വൈറ്റ് ബേർഡ് ഇത് നോക്കിക്കൊണ്ട് നിപ്പോണ്ട് പെട്ടെന്നായിരുന്നു അവൻ നേരെ താഴ്ത്തോട്ട് വീണത്. നമ്മുടെ വൈറ്റ് ബേർഡ് ബിഗ് മോം ചോദിക്കുന്നുണ്ട്, അല്ല അത് റോക്സ് അല്ലേ? പെട്ടെന്ന് തന്നെ ബിഗ് മോം അടുത്തേക്ക് പോവുകയും ചെയ്യും. റോക്സ്, നിനക്ക് എന്ത് പറ്റി? അത് നിന്നെ എന്തെങ്കിലും ചെയ്തോ? ഈ സമയത്ത് തന്നെ റോക്സ് മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ആ ഒരു കമാൻഡ് കൊടുക്കുന്നത്, ഡേവിഡ് ലിനേജിലുള്ള എല്ലാവരും നിന്റെ കൈ കൊണ്ട് തന്നെ ഇവിടെ കൊല്ലണം. പെട്ടെന്ന് റോക്സ് ചാടി എണീറ്റിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, നിനക്കെതിരെ ഈ ഗോഡ് വാലിൽ ആരൊക്കെ നിന്നാലും അവരെല്ലാവരും നീ തകർത്തേക്കണം. ഈ സമയത്ത് തന്നെ ബിഗ് മോം ചോദിക്കുന്നുണ്ട്, അല്ല ഇത് എനിക്ക് മാത്രമാണോ അതോ റോക്സ് വീണ്ടും വലുതായോ? ഈ ടൈമിൽ തന്നെ റോക്സ് പറയുന്നുണ്ട്, മുന്നിൽ നിന്ന് മാറി നോക്ക്, ഈ ഹിസ്റ്ററിയിൽ നിന്ന് തുറച്ചു മാറ്റേണ്ട കുറച്ചധികം പേജസ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുകളിലേക്ക് ചാടി നേരെ നമ്മുടെ കായുടെ മുഖത്താണ് വന്നിരുന്നത്. ഈ സമയത്ത് തന്നെ കായ ചോദിക്കുന്നുണ്ട്, റോക്സ് നീ ഇത് എന്ത് ചെയ്യുക? പെട്ടെന്നായിരുന്നു കായുടെ മുഖം ഒന്ന് അനങ്ങാൻ തുടങ്ങിയത്. പിന്നെ കാണിക്കുന്നത് റോക്സ് കായുടെ എടുത്ത് ആ സൈഡിലുണ്ടായിരുന്ന ആ ഒരു മൗണ്ടനിലേക്ക് എറിഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കായുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ട ബിഗ് മോം ദേഷ്യപ്പെട്ടുണ്ട് റോക്സിന്റെ നേരെ വരുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ നിന്റെ കാലേസല്ലേ എന്ന് പറഞ്ഞുണ്ട്. പക്ഷെ റോക്സ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ബിഗ് മോനെ ചവിട്ടി നേരെ ബാക്കിലേക്ക് ഇരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് വൈറ്റ് ബേർഡും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ വൈറ്റ് ബേർഡ് ചോദിക്കുന്നുണ്ട്, റോക്സ് ഞങ്ങൾ നിന്റെ വഴിയിലാണോ? അല്ല, നീ എന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റോക്സും വൈറ്റ് ബേർഡും കൂടെ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകുകയാണ്. പിന്നെ ഒരു വലിയൊരു എക്സ്പ്ലോഷനാണ് അവിടെ സംഭവിക്കുന്നത്. വലുതെന്ന് വെച്ചാൽ വളരെ വലുതാണ്. അതായത് ഗോഡ് വാലിലെ ആ മൗണ്ടന്റെ ഒരു ഭാഗം തന്നെ താഴത്തേക്ക് വീഴുവാണ്. അത് കഴിയുമ്പോൾ റോക്സ് നേരെ മുന്നിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കുറേ പേരും റോക്സിന്റെ മകനെ ഭാര്യനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് കോസ്റ്റ് ആണ്. അവിടെ ബാക്കിയുള്ളവരെല്ലാവരും ഷിപ്പിൽ നിന്ന് ബാക്കപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഈ ടൈമിൽ തന്നെ ഇതെല്ലാം കാണുന്ന സെൽസിൽ ട്രാൻസ്ഫർ ദേഷ്യപ്പെടുന്നുണ്ട്. ആരാണത് ചെയ്തത്? ആര് ചെയ്താലും അവർ ഉറപ്പായിട്ടും പണിഷ് ചെയ്യണം.
പക്ഷേ അവരാട്ടെ ഇത് രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നേവിയുടെ ഷിപ്പിലേക്ക് അവർ ഓടുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഞങ്ങളെ കൂട്ടാതെ ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനെയും മരണമായിരിക്കും ശിക്ഷ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് തന്നെ മറ്റൊരു സൈഡിൽ നമ്മുടെ റെയിലിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സൗത്ത് വെസ്റ്റ് റീജിയനാണ് ഉണ്ടായിരുന്നത്. റെയിലിയും ബാക്കിയുള്ളവരൊക്കെ ആ ഷിപ്പിലേക്ക് എത്താറിട്ടുണ്ട്. പക്ഷേ റോജർ സേഫ് ആണെന്നാണ് അവരുടെ ഡൗട്ട്. ഈ ടൈമിൽ തന്നെ പലരും ട്രഷറൊക്കെ എടുത്തിട്ടുണ്ട് അവിടുന്ന് രക്ഷപ്പെടാനും നോക്കുന്നുണ്ട്. ഡ്രാഗന്റെ അവസ്ഥ കുറച്ച് മോശമാണ്. അവനോടെ അവിടെ തലയും കുമ്പിട്ട് നിന്നുകൊണ്ട് കിടന്ന കരവാണ്. കോപ്പ്, എനിക്കൊരു ചെറിയൊരു ബേബീനെ പോലും രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ, അവൻ എവിടെ പോയെന്നും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇമേജ് കാണാറുണ്ട് എനിക്ക് നമ്മുടെ ലൂഫിനാണ് ഓർമ്മ വരുന്നത്. ഈ ടൈമിൽ തന്നെ കുമാച്ചിയൊക്കെ പറയുന്നുണ്ട്, കുമാച്ചി മതി, ഇത് ഇത്രയൊക്കെ മതി, നീ റെസ്റ്റ് എടുക്കാൻ നോക്കി, ഇനി ആരെങ്കിലും രക്ഷിക്കുന്നത് അത് റിസ്ക് ആണ്, മറ്റൊരു വാ കുമാച്ചി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുമേനെ അവൻ മാറ്റി നിർത്താൻ നോക്കുന്നു. അതായത് നമ്മുടെ ഇവാങ്കോക്കും ജീനിയും കൂടെ. പക്ഷേ ആ സമയത്ത് തന്നെ കുമ പറയുകയും ചെയ്യും, അല്ല ഇവിടെ ഇനിയും ആൾക്കാരുണ്ടെങ്കിലോ. പെട്ടെന്നായിരുന്നു ദൂരത്ത് ഒരാൾ ഓടുന്ന കാണുന്നത്. അവൻ പറയും ചെയ്യും, ഇല്ലേ ഞാൻ പറഞ്ഞതല്ലേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ ജോണിനാണ്. അവൻ പറയുന്നുണ്ട്, ഗംഗുസു നായെ. ഈ സമയത്ത് ഗംഗുസും താഴെ വീണ് കിടക്കുവാണ്. അവൻ പറയുന്നുണ്ട്, ഷീക്കി നീ എന്നെയും ചതിച്ചല്ലേ, നീ ഈ ഐലൻഡിൽ നിന്ന് ജീവനോടെ പുറത്തു പോകുമെന്ന് ഒരിക്കലും കരുതണമെന്ന് പറയുന്നത് ഷീക്കായിട്ട് അവിടുത്തെ ട്രഷറൊക്കെ എടുത്തുണ്ട് അവിടുന്ന് ഓടുന്നുണ്ട്. എല്ലാവരും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. കാര്യം ഇപ്പം കാട്ടുതീയൊക്കെ പടർന്നിരിക്കുന്നു. പെട്ടെന്ന് റോക്സ് അവൻ്റെ ഭാര്യയുടെ മകൻ്റെ അതായത് ടീച്ചിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായത്. ഈ സമയത്ത് അവൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. സെവേക് നീ, പക്ഷേ അവൻ്റെ ലുക്ക്, സോ നീ അവസാനം തോറ്റല്ലേ, എന്നോട് ക്ഷമിക്കും സെവേക്, ഞാൻ കാരണമാണ് നീ ഇപ്പോൾ അതോട്ട് ഫേസ് ചെയ്തത്, നീ റെഡിയാകുന്നതിന് മുമ്പ് തന്നെ നീ അതോട്ട് ഫേസ് ചെയ്യേണ്ടി വന്ന്, ടീച്ച് എന്നോട് ക്ഷമിക്കും, നമുക്ക് ആ കടലിൽ ചാടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഡേവി ക്ലാനിൻ്റെ അവസാനം ഇതായിരിക്കാൻ പാടില്ല, നമ്മൾ എങ്ങനെ പോയാലും സർവൈവ് ചെയ്തിരിക്കും, എന്തൊക്കെ വന്നാലും സർവൈവ് ചെയ്തിരിക്കും. ഈ സമയത്ത് അവർ ഓടിച്ചെന്നത് ഒരു നേവിയുടെ ഫ്രണ്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ അത് എസ്കേപ്പ് ചെയ്യുന്നവരാണെന്ന് മനസ്സിലായ നേവി പെട്ടെന്ന് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ടായി. ഈ ടൈമിൽ തന്നെ റോക്സ് തൊട്ട് പുറകിൽ വന്ന് അവൻ്റെ ഭാര്യനെ മകനെ കൊല്ലാൻ പോകുന്ന ആ ഒരു സെക്കൻഡ് നേവി ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് ആ ഒരു കാനൺ ബോളും ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വഴിയില്ലെന്ന് മനസ്സിലായ അവരുടെ അടുത്തേക്കാണ് പെട്ടെന്ന് കുമാച്ചി ചാടി വന്ന് അവരെ രണ്ടുപേരെയും അവിടുന്ന് ടെലപ്പോർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് കുമാച്ചിക്ക് മനസ്സിലായി ഇനി അവിടെ നിന്ന പ്രശ്നമാണെന്ന്. അതുകൊണ്ട് തന്നെ അവനും ടെലപ്പോർട്ട് ആകുന്നുണ്ട്. നമ്മുടെ റോക്സ് അവിടെ ഒരു സ്ലാഷും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ദൂരത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഇമു കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയും ചെയ്യും, ഡേവി അവിടുത്തെ കാര്യം കഴിഞ്ഞില്ലേ, ഇനി ഈ ഒരു ഐലൻഡിലുള്ള എല്ലാവരെയും നീ കൊല്ലണം. ഈ ടൈമിൽ ഗാർപ്പിനെ കൂടെ ഉണ്ടായിരുന്നവർ ഗാർപ്പിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. വൈസ് അഡ്മിറൽ ഗാർപ്പ് എത്രയും പെട്ടെന്ന് വരാൻ നോക്ക്, ഞാൻ നിന്നോടൊക്കെ പറഞ്ഞല്ലേ ഇവിടുന്ന് പോകാനായിട്ട്, പിന്നെ ഇവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. അതേ ടൈമിൽ തന്നെ നമ്മുടെ റോജറിന്റെ പൈരസ് റോജറിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവൻ പറയും ചെയ്യും, ഞാൻ ഓക്കെയാണ്, എനിക്കെന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും എത്തിക്കഴിയുന്നിടത്ത് എന്നോട് പറയാൻ നോക്ക്. ഈ സമയത്ത് റോക്സ് ആട്ടെ ബാക്കിയുള്ളവരെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടുന്നുണ്ട് ജീവനും കൊണ്ട്. എന്നിട്ട് പറയും ചെയ്യും, റോക്സ് ഒന്ന് നിർത്ത്, ഇത് ഞങ്ങളാണ്, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ജീവനും കൊണ്ട് ഓടുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഗാർപ്പും അതേപോലെ റോജറും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവർ ഒച്ചത്തിൽ കിടന്ന് കാറാൻ തുടങ്ങി. റോക്സ് ഇങ്ങോട്ട് വാഴാന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ മുഞ്ഞെട്ടി കയ്യും, ഡേവി നീ എന്തുവാണ് ചെയ്യുന്നത്. ഈ സമയത്ത് റോക്സ് ആട്ടെ നമ്മുടെ ഗാർപ്പിന്റെ റോജറിനെ തൊട്ട് ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഗാർപ്പ് ചോദിക്കുന്നുണ്ട്, നീ എന്തുമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഈ സമയത്ത് റോജറും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നിന്നെ എൻ്റെ ക്രൂവിൻ്റെ അടുത്തേക്ക് ഒരിക്കലും വിടത്തില്ല. ഈ സമയത്ത് തന്നെ പെട്ടെന്നായിരുന്നു ഒരു കാര്യം കേൾക്കുന്നത്. റോജർ ഗാർപ്പ് അവർക്ക് രണ്ടുപേർക്കും ഇത് എവിടെ നിന്നാണെന്ന് മനസ്സിലായില്ല. അവരുടെ മനസ്സിലേക്കായിരുന്നു ആ ഒരു സൗണ്ട് വന്നിട്ടിരുന്നത്. ഇതെവിടുന്നാണ് ഈ ഒരു എക്സ്പ്രഷൻ വരുന്നത്. ആ ടൈമിൽ തന്നെ നമ്മുടെ റോക്സ് പറയുന്നുണ്ട്, പ്ലീസ് എന്നെ ഒന്ന് കൊല്ലുമെന്നും ചോദിച്ചുകൊണ്ട് റോക്സ് നേരെ അവർ രണ്ടുപേരെ അറ്റാക്ക് ചെയ്തിട്ട് ചാടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ചുരുക്കം പറഞ്ഞ ഗോഡ് വാലി ഇൻസിഡൻറ്റിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നതായിരിക്കും. വരുന്ന ചൊവ്വാഴ്ച തന്നെ നമുക്ക് ലീക്സ് വരുന്നതായിരിക്കും. സോ അതൊന്നും മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.